നമസ്കാരം. ഞാൻ സരയു. ഇന്ന് ഒക്ടോബർ 24, ഐക്യരാഷ്ട്ര ദിനം. ലോക സമാധാനത്തിന് വേണ്ടി രൂപം കൊണ്ട സംഘടനയായ ഐക്യരാഷ്ട്രസഭയുടെ പിറവി ദിനം. ഒപ്പം ഇന്ന് പോളിയോ ദിനം കൂടിയാണ്. വൈകല്യങ്ങളില്ലാത്ത പുതുതലമുറയ്ക്ക് വേണ്ടിയുള്ള കൂട്ടായ പ്രവർത്തനമാണ് ഓരോ പോളിയോ ദിനവും. നമ്മുടെ സ്കൂൾ റേഡിയോ ബാലവാണിയുടെ 61ാമത്തെ എപ്പിസോഡാണിത്. സ്നേഹസ്വാഗതം ഏവർക്കും. അതിഥിയായി ഇന്ന് എത്തിയിരിക്കുന്നത് ആരെന്നറിയണ്ടേ? ഇതാ കേട്ടോളൂ, നമ്മുടെ പ്രിയ പ്രധാന അധ്യാപിക ഷീന സിസ്റ്ററിൻ്റെ സ്വാഗത ഭാഷണം. നമസ്കാരം പ്രിയപ്പെട്ട കുട്ടികളെ, ഒത്തിരിയേറെ സന്തോഷത്തോടും അതിലേറെ പ്രതീക്ഷകളോടും കൂടിയാണ് നാം ഇപ്പോൾ നവംബർ 1 കേരള പിറവി ദിനത്തിൽ സ്കൂളിലെത്തുവാനും കൂട്ടുകാരെയും അധ്യാപകരെയുമൊക്കെ കാണുവാനും. നമ്മുടെ പ്രതീക്ഷകൾ പൂവണിയട്ടെ, നമ്മുടെ സന്തോഷം ഇരട്ടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ അതിഥി അറിയപ്പെടുന്ന എഴുത്തുകാരിയും പരിസ്ഥിതി പ്രവർത്തകയുമായ ഡോക്ടർ PK ഭാഗ്യലക്ഷ്മിയാണ്. അധ്യാപികയായി സേവനമനുഷ്ഠിച്ച ടീച്ചറുടെ സ്വദേശം കണ്ണൂർ ജില്ലയിലെ എരിപുരം ആണ്. കുഞ്ഞാറ്റയുടെ അത്ഭുത ലോകം, ട്രിക്കൂറോ, കനൽ നോവുകൾ, കടലാമ കുഞ്ഞുങ്ങൾ എന്നീ കൃതികളോടൊപ്പം ഭഗത് സിംഗ്, രവീന്ദ്രനാഥ ടാഗോർ, ഗബ്രിയൽ ഗാർസിയ മർക്കസ് എന്നിവരുടെ ജീവചരിത്ര ഗ്രന്ഥങ്ങളും ടീച്ചർ രചിച്ചിട്ടുണ്ട്. ഒട്ടേറെ അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. ഡോക്ടർ PK ഭാഗ്യലക്ഷ്മി അവറുകളെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. സെൻറ്റ് പോൾസ് സ്കൂളിലെ പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ റേഡിയോ പരിപാടി വളരെയധികം പ്രശസ്തമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിലേക്ക് പങ്കുചേരാൻ എനിക്ക് അവസരം ലഭിച്ചതിൽ വളരെയധികം സന്തോഷം. ഞാൻ നിങ്ങളോട് ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത് ഒരു കഥ എന്ന് പറഞ്ഞാൽ അനുഭവ കഥ. അപ്പോൾ എൻ്റെ വീട്ടിൽ വരാന്തയിൽ കമ്പി ഗ്രില്ലിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഒരു ദിവസം നോക്കുമ്പോഴത്തേക്ക് 2 പക്ഷികൾ ഇങ്ങനെ പറന്നു വന്ന് ഒരു കൂടുണ്ടാക്കാനുള്ള ശ്രമമാണ്. ആ പക്ഷികൾ ഏതാണെന്നറിയോ? നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. നിങ്ങൾക്ക് ഏതെല്ലാം തരം പക്ഷികളുടെ പേര് അറിയാം എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ചുറ്റുപാട് ഒരുപാട് പക്ഷികളുണ്ടാവും ഇല്ലേ? പല നിറത്തിലുള്ള പല വർണ്ണങ്ങളിലുള്ള പക്ഷികൾ, മനോഹരമായി പാട്ടുപാടുന്ന പക്ഷികളുണ്ടാവും ഇല്ലേ? മനോഹരമായി കൂടുകൂട്ടുന്ന പക്ഷികളുണ്ടാവും. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ പാത്രത്തിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ അതിൽ വന്നിട്ട് ചിറകൊക്കെ കുടഞ്ഞ് തലയൊക്കെ മുക്കി നന്നായി കുളിച്ച് മതിച്ച് പോകുന്ന പക്ഷികളുണ്ടാവും. ഈ പക്ഷിയുടെ പേര് ബുൾബുൾ. അതിൻ്റെ നാട്ടുപേര് ഇരട്ടത്തളിച്ചി എന്ന് പറയും. ഈ പക്ഷികളാണ് കൂടുണ്ടാക്കാനുള്ള ശ്രമത്തിൽ കമ്പിയിൽ ചകിരിനാര് കൊണ്ട് കൂടൊരുക്കാൻ തുടങ്ങുന്നത്. കുറച്ച് ദിവസം നമ്മൾ മാറി നിന്ന് ഇതിനെ നോക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ രസകരമായിട്ടുള്ള സംഭവം, ഇത് നാരുകൾ ഏതെല്ലോ സ്ഥലങ്ങളിൽ ചകിരിനാര് പോലുള്ള നാരുകൾ കൊണ്ടുവന്നിട്ട് ചെറിയ ഇല്ലി കഷ്ണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് കൂടിങ്ങനെ ഒരു കോപ്പ പോലെ, ഒരു പിഞ്ഞാണം പോലെ, ഒരു കുഴിയൻ പാത്രം പോലെ ഉണ്ടാക്കി വെക്കുകയാണ്. 2-3 ആഴ്ച ഒക്കെ കഴിഞ്ഞപ്പോൾ അതിങ്ങനെ ഒരു കൂടിൻ്റെ രൂപത്തിലേക്ക് അങ്ങനെ വന്നു. അപ്പോൾ നമ്മൾ അതിനെ ശല്യപ്പെടുത്താതെ ദൂരെ നിന്ന് നോക്കുക മാത്രം ചെയ്തു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങനെ ദിവസങ്ങൾ, ആഴ്ചകൾ അങ്ങ് കടന്നുപോയി. നമ്മൾ ഇടയിൽ സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ നോക്കുക പതിവായിരുന്നു. ഒരു ദിവസം അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവം എന്താണെന്നറിയോ? അതിൽ ആ ഒരു പെൺപക്ഷി 2 മുട്ടകളിട്ടു. അത് കഴിഞ്ഞ് കുറേ ദിവസം ആ പക്ഷി അടയിരിക്കാനും ആൺപക്ഷി ദൂരേക്ക് പറന്നു പോയി പെൺപക്ഷിക്ക് ഭക്ഷണം കൊണ്ടുവരാനൊക്കെ തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ വീണ്ടും കഴിഞ്ഞു പോയപ്പോൾ ഒരു ദിവസം അതാ കൂട്ടിനുള്ളിൽ നിന്ന് 2 കുഞ്ഞു കൊക്കുകൾ പുറത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ചെറിയ ശബ്ദം. അതിന് വിശന്നിട്ടായിരിക്കും അല്ലേ?
അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ, അച്ഛനും അമ്മയും മാറിയിട്ട് പുഴുക്കളെ, കുഞ്ഞു കുഞ്ഞു പുഴുക്കളെ, കുഞ്ഞു കുഞ്ഞു പഴങ്ങളെ, ആദ്യം പുഴുക്കളായിരുന്നു കൊണ്ടുവന്നത്. കാരണം പുഴുക്കളെ തിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ദേഹത്തിനൊക്കെ കുറച്ച് കൊഴുപ്പൊക്കെ കിട്ടി അതിന് ചിറകൊക്കെ കുറച്ചുകൂടി വലുതാവാൻ തുടങ്ങും, പറക്കണ്ടേ അവയ്ക്ക് ഇല്ലേ. പിന്നെ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം കുഞ്ഞു കുഞ്ഞു പഴങ്ങൾ, പഴുത്ത പഴങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ പറന്നു വന്ന് അതിന് കൊണ്ടു കൊടുക്കുക പതിവായി. രസകരമായിരിക്കുന്നു അല്ലേ? ഹായ്, എന്ത് രസമാണ് അവരൊരു കുടുംബം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് മനസ്സിലായി ഇവിടെ സുരക്ഷിതമാണ് എന്നതുകൊണ്ട് മാത്രമാണ് അത് അവരെ അവിടെ കെട്ടാൻ വേണ്ടി ഒരുങ്ങുന്നത്. എല്ലാ പക്ഷികളും അങ്ങനെയല്ല, ചിലത് വളരെയധികം ശ്രദ്ധിച്ചിട്ട് മാത്രമേ. ബുൾബുൾ കുറേ കൂടി മനുഷ്യരോട് ഇണങ്ങുന്നതായതുകൊണ്ടാണ് അത് വീടുകളിൽ ചിലപ്പോൾ കൂട് കൂട്ടാൻ വേണ്ടിയിട്ട് വരുന്നത്. അങ്ങനെ ഒരു ദിവസം ഞാൻ വീട്ടിൻ്റെ മുറിക്കുള്ളിൽ നിന്ന് രാവിലെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പത്രം വായിച്ച് കഴിഞ്ഞ് പിന്നീട് ഞാൻ അടുക്കളയിലേക്ക് രാവിലത്തെ പണിത്തിരക്കിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇതിലെ ഒരു തള്ളപ്പക്ഷി അടുക്കളയിലേക്ക് വളരെ വേഗത്തിൽ പറന്നു വന്നു. പിന്നെ തിരിച്ച് കൂട്ടിലേക്ക് പോകുന്നു, വീണ്ടും വേഗത്തിൽ പറന്നു വരുന്നു. അതിൻ്റെ പക്ഷിയുടെ ചിറകടിയുടെ ഒരു വേഗതയുടെ ശബ്ദം നമ്മൾക്ക് കേൾക്കാം. അപ്പോൾ ഇതിനെന്തോ പരിഭ്രമമുണ്ട്, അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എന്ന് ഉറപ്പായി. അപ്പോൾ ഞാൻ അത് ചെന്ന് നോക്കിയപ്പോഴെന്താ കണ്ടതെന്നറിയോ? ഒരു പക്ഷിക്കുട്ടി താഴേക്ക് വീണ് കിടക്കുന്നു. അതിങ്ങനെ ചെറിയ കുഞ്ഞു പക്ഷിയല്ലേ, അതിന് സങ്കടം ഉണ്ടാവില്ലേ, വേദന ഉണ്ടാവും അല്ലേ, അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് തള്ളപ്പക്ഷി പറന്നു വന്നത്. അപ്പോൾ ഞാനും കുട്ടികളും എന്ത് ചെയ്തു എന്നറിയോ? അതിനെ തൊടാൻ വേണ്ടി പേടിയായി. കാരണം മനുഷ്യന്മാർ തൊട്ട് കഴിഞ്ഞാൽ അതിനെ വീണ്ടും തള്ളപ്പക്ഷി സ്വീകരിച്ചില്ലെങ്കിലോ, അതുകൊണ്ട് പേടിയായി. എന്നിട്ട് നമ്മൾ കൈകൊണ്ട് തൊടാതെ ഒരു കുഞ്ഞ് ഒരു പാത്രം പോലുള്ള ഒരു സഞ്ചി പോലുള്ളതെടുത്ത് അതിലെ നമ്മൾ കൈ തൊടാതെ അതിലേക്ക് കൊണ്ടുപോയിട്ട് ആ കൂടിൻ്റെ മുകളിലേക്ക് അങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോൾ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം, അതിന് വളരെ സന്തോഷമായി എന്ന് തോന്നുന്നു. അത് വീണ്ടും പറന്നു പോയി പഴങ്ങളും പിന്നെ ആഹാരമൊക്കെ അതിനെ കൊണ്ടു കൊടുക്കാൻ തുടങ്ങി. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ നല്ല രസമായിട്ടുള്ളൊരു കാര്യം, ഈ പക്ഷികൾ വീണ്ടും തലയുയർത്തി ഇങ്ങനെ ആഹാരത്തിന് വേണ്ടി ചുണ്ടു പിളർന്ന് കാത്തു നിൽക്കുന്നതും തള്ളപ്പക്ഷിയും അതിൻ്റെ അച്ഛൻ പക്ഷിയും വന്ന് അതിൻ്റെ വായിലേക്ക് പഴങ്ങൾ ഇങ്ങനെ കൊണ്ടിടുന്നത് മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു. അപ്പോൾ നമ്മൾ അപ്പോഴും അടുത്ത് പോയില്ല. പിന്നെ അത് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഇതിനെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ നമ്മളെ മാതിരി വളരെയധികം ഓമനിച്ച് അങ്ങനെയല്ല, പക്ഷികൾ എന്ത് ചെയ്യും, അതിനെ സ്വയം പറക്കാൻ വേണ്ടി പഠിപ്പിക്കണം. അപ്പോൾ ആ ഒരു പറത്തലിൻ്റെ ശ്രമമാണോ എന്ന് അറിയില്ല. ഒരു ദിവസം രാവിലെ നോക്കുമ്പോഴേ വീണ്ടും ഈ തള്ളപ്പക്ഷി ഇങ്ങനെ വേവലാതിയോടെ ഉള്ളിലേക്ക് പറന്ന് വരുന്നത് കണ്ടു. അപ്പോൾ വീണ്ടും എന്തോ സംഭവിച്ചിരിക്കുന്നു എന്ന് കണ്ട് പുറത്തേക്ക് നോക്കിയപ്പോൾ ഈ കുഞ്ഞു പക്ഷി താഴേക്ക് വീണ് കിടക്കുന്നു. അതിനെ ഉറുമ്പുകൾ അതിന് ചുറ്റും വന്ന് അതിനെ അരിക്കുന്ന സങ്കടകരമായിട്ടുള്ള കാഴ്ചയാണ്. പക്ഷേ മറ്റേ പക്ഷി അത് പറക്കാൻ പഠിപ്പിക്കുകയായിരിക്കും. ആ ഒരു സമയത്തായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷി താഴേക്ക് വീണത്. മറ്റേ പക്ഷി പറന്ന് പോയി കഴിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലായി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് അപ്പോൾ ആ ചെറിയ പക്ഷിയെ നമ്മൾ വീണ് കഴിഞ്ഞ് എങ്ങനെയും രക്ഷിക്കാൻ പറ്റുമോ എന്ന് കരുതിയിട്ട് വായിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. വേദനിക്കുന്നു എന്ന് കരുതി പച്ചമഞ്ഞളൊക്കെ അരച്ച് പുരട്ടി കൊടുത്തു. പക്ഷേ അത് വീഴ്ചയുടെ വേദനയിലാണോ എന്താണെന്നറിയില്ല, അത് ചത്തുപോയി കഴിഞ്ഞിരുന്നു. പക്ഷേ മറ്റേ പക്ഷി ആരോഗ്യത്തോടെ പറന്നുപോയി. കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ രണ്ട് പക്ഷികളും കൂടും മാറി വീണ്ടും എങ്ങോട്ടോ പറന്നുപോയി. നമ്മൾ പിന്നെ കുറേ നാളുകൾ കാത്തു നിന്നു, ആ കൂട് അവിടെ തന്നെ വെച്ചിട്ട് കാത്തു നിന്നു. അത് തിരിച്ചു വരുമോ, വീണ്ടും മുട്ടയിട്ട് പുതിയ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി വരുമോ. പക്ഷേ അത് പിന്നെ വന്നതേയില്ല. ഇപ്പോഴും ബുൾബുൾ പക്ഷികൾ എവിടെയെങ്കിലും കാണുമ്പോൾ വന്ന് കൂട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ട്. ഇതേപോലെ തേൻകുരുവിയുടെ കുഞ്ഞു കുഞ്ഞു കൂടുകളൊക്കെ ഇങ്ങനെ ഇലകൾക്കിടയിൽ കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പക്ഷികളെ കാണുമ്പോൾ അതിൻ്റെ നിറം, അതിൻ്റെ കൊക്ക്, അതിൻ്റെ പേര് അറിയില്ലെങ്കിൽ മുതിർന്നവരോടോ ടീച്ചർമാരോടോ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ അതിന് വെള്ളമൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് വന്നിട്ട് വെള്ളത്തിൽ ഇങ്ങനെ വെള്ളം കുടിക്കുകയും ആഹ്ലാദത്തോടെ ഇങ്ങനെ പറന്നു പോവുകയും ചെയ്യുന്നത് രസകരമായിട്ടുള്ള കാഴ്ചയാണ്. പിന്നെ എന്തു മനോഹരമായിട്ടാണ് അവർ പാട്ട്
പാട്ട് പാടുന്നതല്ലേ, എന്തൊരു ഭംഗിയിലാണ്, നമ്മൾ കേട്ടിരുന്ന് പോവും കുയിലിൻ്റെ ഒക്കെ നാദം. അപ്പോൾ പ്രകൃതിയിൽ ഒരുപാട് കാഴ്ചകളുണ്ട്, ഒരുപാട് നിറങ്ങളുണ്ട്, ഒരുപാട് അത്ഭുതങ്ങളുണ്ട് അല്ലേ, ചിത്രശലഭങ്ങളൊക്കെ നിറങ്ങൾ. അപ്പോൾ പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എത്ര കണ്ടാലും മതിവരാത്ത കൗതുകങ്ങൾ നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഓരോ ദിവസം ഇങ്ങനെ ഓരോ കുഞ്ഞു കുറിപ്പ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയുന്ന രീതിയിൽ മാത്രം മതി. കുഞ്ഞു വാക്കുകൾ കൂട്ടിച്ചേർത്തിട്ട് ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് രസകരമായിട്ടുള്ള ഓർമ്മയായിട്ട് പിന്നീട് മാറും. ഏതായാലും വളരെ സന്തോഷം നിങ്ങളെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ. എല്ലാവർക്കും ആശംസകൾ. നന്ദി, നമസ്കാരം. ടീച്ചറുടെ പക്ഷി നിരീക്ഷണ അനുഭവം ഹൃദ്യമായി. സ്കൂളിൻ്റെ നന്ദി സ്നേഹാദര പുരസ്സരം അറിയിക്കുന്നു ഭാഗ്യലക്ഷ്മി ടീച്ചർക്ക്. വിദ്യാലയ വാർത്ത. Hello dears, myself Fatimat Nazmin Nazar with this week's news update. This week passed in a very pleasant way. The UP students received their kit. The teachers were all busy these days since the school is going to reopen. Along with that, our friends had received second place in LP Patriotic Song and third place in UP at district level Amrit Mahotsav. Let's all congratulate them, and to our dear teachers who supported and encouraged them. Nowadays, we find a home booster is being given to children before the school reopens. Our headmistress and teachers had sent the valuable information on it for registering. I think these type of medicines may improve the immune in us. Teachers had cleaned the whole school in and out all over the surroundings in welcoming us for next week. So good to hear that. On October 24, on the behalf of United Nations Day, the school has been celebrating along with speeches by students in 6 languages: Malayalam, English, Hindi, Arabic, Sanskrit and Urdu. We will be having an online quiz on October 24th. Well, we are all preparing for it. Anyways, let's wish all the very best. Have a good day. Thank you. ഐക്യരാഷ്ട്രദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയണ്ടേ? ഇതാ 5ാം തരത്തിലെ മാനസയുടെ പ്രസംഗം ശ്രവിക്കൂ. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ മാനസായസ്. ഒക്ടോബർ 24 ഐക്യരാഷ്ട്ര ദിനം. ഐക്യരാഷ്ട്രസഭയുടെ പ്രവർത്തനങ്ങളും അതിൻ്റെ ലക്ഷ്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശ്യത്തോടു കൂടിയാണ് ഈ ദിനം ആചരിക്കുന്നത്. 2ാം ലോക മഹായുദ്ധാനന്തരം രൂപീകരിക്കപ്പെട്ട അന്താരാഷ്ട്ര സമാധാന സംഘടനയാണ് ഐക്യരാഷ്ട്രസഭ. രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിലൂടെ ഐക്യരാഷ്ട്രസഭ ലക്ഷ്യമിടുന്നത് ലോക സമാധാനം, സാമ്പത്തിക വികസനം, സാമൂഹിക സമത്വം തുടങ്ങിയവയാണ്. ന്യൂയോർക്കിലെ മാൻഹാട്ടനിലാണ് UNOയുടെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്നത്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുന്നേ ഇന്ത്യ ഈ സംഘടനയിൽ അംഗമായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 1945 ഒക്ടോബർ 30. ഇന്ത്യക്ക് വേണ്ടി UN ചാർട്ടറിൽ ഒപ്പുവെച്ചത് രാമസ്വാമി മുതലിയാർ ആയിരുന്നു. 3ാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുമായിരുന്ന നിരവധി പ്രതിസന്ധികളെ താൽക്കാലിക പരിഹാരങ്ങൾ വഴിയെങ്കിലും തരണം ചെയ്തു എന്നുള്ളത് ഈ സംഘടനയുടെ വിജയമാണ്. ഐക്യരാഷ്ട്രസഭയുടെ പതാകയുടെ നിറം ഇളം നീലയാണ്. 2 ഒലീവ് ചില്ലകൾക്കിടയിൽ ലോകരാഷ്ട്രങ്ങളുടെ ഭൂപടവും ആലേഖനം ചെയ്തിട്ടുണ്ട്. UN പതാക ആദ്യമായി പകുതി താഴ്ത്തിക്കെട്ടിയത് എപ്പോഴാണെന്ന് അറിയാമോ? നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടതിനെ തുടർന്നാണ് ഇങ്ങനെ ചെയ്തത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ ഓരോന്നിനെയും വിജയപൂർവ്വം തരണം ചെയ്ത ഒരു ചരിത്രം തന്നെ ഈ സംഘടനയ്ക്കുണ്ട്. പ്രകൃതി ദുരന്തം, യുദ്ധം, ദാരിദ്ര്യം, വിദ്യാഭ്യാസം, അഭയാർത്ഥി പ്രശ്നം തുടങ്ങിയ എല്ലാ മേഖലകളിലെ പ്രശ്നങ്ങളും ഒരു കുടക്കീഴിലാണ് UNO കൈകാര്യം ചെയ്യുന്നത്. മലയാളികളുടെ പ്രിയ കവിയും സിനിമാ ഗാനരചയിതാവുമായ വയലാർ രാമവർമ്മയുടെ ചരമദിനമാണ് ഒക്ടോബർ 27. വയലാറിൻ്റെ തൂലികയിൽ പിറന്ന ഒരു ചലച്ചിത്രഗാനം ആസ്വദിക്കാം.
കാട്ടുതുളസി എന്ന സിനിമയിലെ ഈ ഗാനം നമുക്കായി പാടുന്നത് 4 വൈഗയുടെ അമ്മ അമ്പിളിച്ചേച്ചി. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാവതാരി പ്രേമ പൂജ പുഷ്പകുമാരി വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുവതറിയാതെ വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുവതറിയാതെ ദേവദാരുവിൻ തണലിലുറങ്ങും താപസകന്യകനീ. ദേവദാരുവിൻ തണലിലുറങ്ങും താപസകന്യകനീ. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം ആരുടെ കനകമനോരഥമേറി ആരുടെ രാഗപരാഗം തേടി ആരുടെ കനകമനോരഥമേറി ആരുടെ രാഗപരാഗം തേടി നീലകടല വനവീഥിയിൽ പോകും നിഷ്പ്രഭനാഥൻ. നീലകടല വനവീഥിയിൽ പോകും നിഷ്പ്രഭനാഥൻ. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാവതാരി പ്രേമ പൂജ പുഷ്പകുമാരി ഒന്നാം ക്ലാസ്സിലെ ആദിത്യൻ ഒരു പാട്ട് പാടുന്നുണ്ട്. അതൊന്ന് കേട്ടാലോ? ത്വം തഗദിനി തെയ്യാതെ തഗദിനു തകതെയാതെ ത്വം തഗദിനി തെയ്യാതെ തഗദിനു തകതെയാതെ ത്വം തഗദിനി തഗദിനു തക ത്വം തഗദിനി തെയ്യാതെ ത്വം തഗദിനി തഗദിനു തക ത്വം തഗദിനി തെയ്യാതെ പീതവർണ്ണ നീലവർണ്ണ ചിത്തവർണ്ണ പീതവർണ്ണ നീലവർണ്ണ ചിത്തവർണ്ണ ഹരിതവർണ്ണ ശുഭ്രവർണ്ണ കൃഷ്ണവർണ്ണം ഹരിതവർണ്ണം ശുഭ്രവർണ്ണം കൃഷ്ണവർണ്ണം ത്വം തഗദിനി തെയ്യാതെ തഗദിനു തകതെയാതെ ത്വം തഗദിനി തെയ്യാതെ തഗദിനു തകതെയാതെ ത്വം തഗദിനി തഗദിനു തക ത്വം തഗദിനി തെയ്യാതെ ത്വം തഗദിനി തഗദിനു തക ത്വം തഗദിനി തെയ്യാതെ. ഇനിയൊരു കഥ. ഉമർ ബിൻ അസ്ലാമാണ് കഥ പറയുന്നത്. The value of trust. There lived a farmer in a village. One day he brought a baby mongoose. It was bleeding.
His wife was surprised. "What is this?" she asked. "It is a baby mongoose," replied the farmer. "I found it lying near the roadside. It is now going to stay with us." The farmer had a small son who he loved very much. The mongoose and the baby start growing together. Soon the mongoose grew to its full size. The wife of the farmer was always fearful that the mongoose might harm the child. One day, when the wife returned, she found the mongoose on the doorstep. Its mouth was covered with blood. The mongoose leaped for her, showing her his blood-stained mouth. The woman's heart froze. "The mongoose killed my son," she thought. "Wicked mongoose," cried the woman loudly. "You have killed my son, and now you are showing me his blood. I will kill you too." So saying, the woman took a stick and started beating the mongoose. The mongoose started running here and there to hide, but the woman pursued it and kept raining blows on its head until its body became lifeless. And still then the woman, still crying, went to see her son. As soon as she saw her son, she got a shock. He was sleeping peacefully, and near him lay the body of the mangled snake. In a flash, she understood everything. She started weeping again, this time for the mongoose. "Only if I had checked once before killing you, you would still be with us." Moral: never make a hasty judgment. വയലാർ രചിച്ച ഒരു ചലച്ചിത്രഗാനം കൂടി ആസ്വദിക്കാം. കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന സിനിമയ്ക്ക് വേണ്ടി യേശുദാസ് പാടിയ ഗാനം നമുക്കായി പാടുന്നത് 2ാം ക്ലാസ്സിലെ ആനന്ദിൻ്റെ അമ്മ. ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ഈ നിത്യഹരിതയാം ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ, ഈ നിത്യഹരിതയാം ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ, സ്വപ്നങ്ങളുണ്ടോ, പുഷ്പങ്ങളുണ്ടോ, സ്വർണമരാളങ്ങളുണ്ടോ. വസുന്ധരേ വസുന്ധരേ, മതിയാകും വരെ ഇവിടെ ജീവിച്ച് മരിച്ചവരുണ്ടോ. ആഹാ
ആഹാഹാ ആഹാഹാ ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്കിനിയൊരു ജന്മം കൂടി. കേരയിൽ ഒരു സർക്കാർ പദ്ധതിയാണ്. കൂട്ടുകാർക്ക് അറിയാമോ ഇതിനെക്കുറിച്ച്? ഇല്ലെങ്കിൽ കേട്ടോളൂ. 5th സ്റ്റാൻഡേർഡിലെ കേശവ് ഹരീഷ് വിശദീകരിക്കുന്നു. നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ കേശവ് ഹരീഷ്. ഇന്നത്തെ ഈ ബാലവാണിയിൽ ഞാൻ പറയുന്നത് കേരയിൽ എന്ന സർക്കാരിൻ്റെ പുതിയ ഒരു പദ്ധതിയെ പറ്റിയാണ്. എന്താണ് കേരയിൽ? എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ? എന്തൊക്കെയാണ് ഈ കേരയിൽ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ എന്നതാണ് ഞാനിന്നിവിടെ പറയുന്നത്. എന്താണ് കേരയിൽ? ഇന്ത്യൻ റെയിൽവേക്ക് പുറമെ കേരള സർക്കാർ നിർമ്മിക്കുന്ന സ്റ്റാൻഡേർഡ് കേജിലുള്ള ഒരു റെയിൽവേ ആണ് കേരയിൽ. കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ 4 മണിക്കൂർ കൊണ്ട് എത്തുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് കേരയിൽ. 4 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ. ഇതിനെന്താണ് കുഴപ്പം? ഇത് വളരെ വലിയൊരു ആശയമല്ലേ എന്നായിരിക്കും നമ്മളിൽ പലവർക്കും തോന്നുക. എനിക്കും അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു. പക്ഷേ ഇതിനെപ്പറ്റി ഉള്ളിലേക്ക് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പദ്ധതിയുടെ പ്രശ്നങ്ങൾ. ഈ പദ്ധതിയുടെ പ്രധാന സാമൂഹിക പ്രശ്നങ്ങൾ എന്തെന്ന് വെച്ചാൽ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വീടുകളിലെ ആൾക്കാരെ കുടിയൊഴിപ്പിക്കേണ്ടി വരും. ഇതിൽ നമ്മുടെ സ്കൂളിലുള്ള പല കുട്ടികളുടെ വീടും മാത്രമല്ല, നമ്മുടെ സ്കൂളിൻ്റെ പടിഞ്ഞാറേ ഭാഗവും ഇല്ലാതെയാകും. മാത്രമല്ല, റെയിലിൻ്റെ അപ്പുറത്തുള്ളവർക്ക് ഇപ്പുറത്തേക്ക് വരണമെങ്കിൽ ഒരുപാട് കിലോമീറ്റർ ചുറ്റി വളഞ്ഞു വരേണ്ടി വരും. കാരണം കേരളയിൽ 2 സ്ഥലത്തും 2 ഭാഗത്തും വലിയ മതിലുകൾ പണിയും. കേരളം കൊണ്ടുവന്ന ഏറ്റവും വലിയ സാമ്പത്തിക ബാധ്യതയുള്ള പ്രൊജക്റ്റാണ് ഇത്. 69,000 കോടി രൂപ, അതായത് കേരളത്തിൻ്റെ ആനുവൽ ബജറ്റിൻ്റെ 2 ഇരട്ടിയോളം തുക. ഇത്രയധികം തുക ചിലവാക്കി ഈ പ്രൊജക്റ്റിന് ആവശ്യമുണ്ടോ? ഈ പദ്ധതി നിലവിൽ വരാൻ ഒരുപാട് പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. ഒരുപാട് വയലുകൾ നികത്തേണ്ടി വരും. നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് കുന്നുകൾ ഇല്ലാതെയാകും. ഈ പദ്ധതി നിലവിൽ വരാനെ പശ്ചിമഘട്ടത്തിൽ വളരെ വലിയൊരു ചൂഷണമായിരിക്കും നേരിടേണ്ടി വരിക. ഇപ്പോൾ തന്നെ പരിസ്ഥിതി പ്രശ്നങ്ങളാൽ ആടിയുലയുന്ന കേരളത്തിന് ഇതൊരു വലിയൊരു തിരിച്ചടിയാകില്ലേ സുഹൃത്തുക്കളെ? ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, എന്നാലും കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ 4 മണിക്കൂർ കൊണ്ട് എത്തുന്നത് വളരെ നല്ല കാര്യമല്ലേ എന്ന്. എന്നാൽ വേഗം എത്തേണ്ടവർക്ക് ഇവിടെ വിമാനങ്ങളും ഉണ്ടല്ലോ. കേരളത്തിൽ ആകെ 4 വിമാനത്താവളങ്ങളുണ്ട്. മാത്രമല്ല മംഗലാപുരത്തും കോയമ്പത്തൂരിലും മറ്റ് വിമാനത്താവളങ്ങളും. മാത്രമല്ല, കേരളിൻ്റെ ടിക്കറ്റ് ചാർജും വിമാനത്തിൻ്റെ ടിക്കറ്റ് ചാർജും ഏകദേശം തുല്യമായിരിക്കും. നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് മികച്ച ഗതാഗത സംവിധാനങ്ങളും ഉണ്ടാകേണ്ടത് തന്നെയാണ്. കേരളയിൽ മാത്രമാണോ പക്ഷേ ഓപ്ഷൻ? അല്ല. ഇപ്പോൾ 2 വരിപ്പാതയായ റെയിൽ നമുക്ക് 4 വരിപ്പാത ആക്കാമല്ലോ. ഹൈവേയുടെ പണിയും നടക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇത്രയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത്? നമ്മളെ സ്കൂളിനെ ബാധിക്കുന്ന, നമ്മുടെ ഭാവിയെ ബാധിക്കുന്ന ഈ പ്രൊജക്റ്റിനെ പറ്റി കൂടുതൽ അറിയാൻ നിങ്ങൾ ശ്രമിക്കുമെന്ന് ഞാൻ കരുതുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ഒരു കവിത ആയാലോ അടുത്തത്? ജി കുമാരപ്പിള്ള രചിച്ച ജീവനുള്ള പാട്ട് എന്ന കവിത ചൊല്ലുന്നത് അഞ്ജലി ധ്വനി രാജീവ്. പ്രിയ സുഹൃത്തുക്കളെ, ജി കുമാരപിള്ളയുടെ ജീവനുള്ള പാട്ട് എന്ന കവിത നിങ്ങൾക്ക് മുൻപിൽ സമർപ്പിക്കുന്നു. ഞാൻ ധ്വനി രാജീവ്. വേണുവൂതുന്ന ഒരു ഗന്ധർവ ഗായകൻ്റെ ഗാനത്തിൽ മതിമറന്നിരിക്കുന്ന
ഗാനത്തിലൂടെ മാത്രം താൻ അനുഭവിച്ച സൗന്ദര്യത്തെ നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയെ നമുക്ക് പരിചയപ്പെടാം. കാട്ടുപുൽ തണ്ടിലത്ഭുതോദാരമാം പാട്ടുപാടുന്ന ഗന്ധർവ ബാലക, ഈ ജനാല തൻ മുന്നിലരക്ഷണം മൂകനായൊന്നു നിന്നിട്ടു പോകുമോ? താവകോജ്വല ഗാനത്തിൽ നിന്നു ഞാൻ വേർതിരിഞ്ഞൊന്നു കാണട്ടെ നിൻമുഖം. ഗാനലോലനായി നിന്നു മന്ദിയിൽ ഈ വഴിക്കു നീ പോകുന്ന വേളയിൽ ലോലമാകുമ പുല്ലാങ്കുഴലിലെ നാദലോക മഹാത്ഭുതധാരയിൽ ലീനയായി സ്വയം സർവവും വിസ്മരിച്ചാനദാസ്യയായി നിന്നു പോകുന്നു ഞാൻ. കാൺമതില്ല ഞാനൊന്നും അമേയമാത്മവിസ്മൃതി പുൽകുമാവേളയിൽ. അങ്ങു ദൂരെ നിൻ ദിവ്യഗാനാമൃതം അന്തിവനിലലിഞ്ഞു ചേർന്നിടവേ, എന്തിനോഹ പ്രദക്ഷിണം വയ്ക്കയാം നിന്റെ ചുറ്റിനും മാമക കൗതുകം. കാട്ടുപുൽ തണ്ടിലത്ഭുതോദാരമാം പാട്ടുണർത്തുന്ന ഗന്ധർവ ബാലക, ഈ ജനാല തൻ മുന്നിലരക്ഷണം മൂകനായൊന്നു നിന്നിട്ടു പോകണേ. ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയിലെ ഈ ഗാനം നമുക്കായി പാടിയത് നമ്മുടെ പ്രിയ ബേബി ടീച്ചർ. കളരി വിളക്ക് തെളിഞ്ഞതാണോ, കൊന്നമരം പൂത്തുലഞ്ഞതാണോ, കളരി വിളക്ക് തെളിഞ്ഞതാണോ, കൊന്നമരം പൂത്തുലഞ്ഞതാണോ, മാനത്തു നിന്നാലും വന്നതാണോ, മാനത്തു നിന്നാലും വന്നതാണോ, കുന്നത്തു സൂര്യൻ ഉദിച്ചതാണോ, കുന്നത്തു സൂര്യൻ ഉദിച്ചതാണോ.
നമ്മുടെ സംഗീത മാഷ് വിൽസൺ മാസ്റ്ററുടെ കർണാടക സംഗീതം ക്ലാസ്. എല്ലാവർക്കും നമസ്കാരം. കർണാടക സംഗീത പാഠം തുടരുന്നു. ജണ്ടപരീക്ഷകളും സരളി പരീക്ഷകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി മധ്യസ്ഥായി പരീക്ഷകൾ. സരി ഗമ പ ഗമ പ പ ഗമ പദ നി ദ പ മ ഗമ പ ഗമ ഗരി സ സാ നി ദ നി ദ പ ദ പ മ പ പ ഗമ പദ നി ദ പ മ ഗമ പ ഗമ ഗരി സ സാ സാ നി ദ നി നി ദ പ ദ ദ പ മ പ പ ഗമ പദ നി ദ പ മ ഗമ പ ഗമ ഗരി സ സരി ഗരി ഗ ഗമ പ മ പ ദ പ ദ മ പ ദ പ ദ നി ദ പ മ പ ദ പ മ ഗരി സ സരി ഗമ പ പ ദ ദ പ മ മ പ ദ നി സ സാ നി ദ പ സാ നി ദ പ മ ഗരി സ സരി ഗരി ഗമ 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 പ മ പദ പദ സാ നി ദ നി ദ പ ദ പ ദ പ മ ഗ മ ഗരി സ. നമ്മുടെ ദേശീയ ഗാനം പിയാനോയിൽ വായിക്കുന്നു കൊച്ചു കൂട്ടുകാരൻ 3 ശ്രീനന്ദൻ. ഇതോടുകൂടി തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AP സ്കൂളിലെ വാരാന്ത്യ ഓൺലൈൻ റേഡിയോ പ്രക്ഷേപണമായ ബാലവാണിയുടെ 61ാമത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നു. വീണ്ടും കേൾക്കാം, കാത്തിരിക്കുക.